ഒരിക്കൽ കൂടി കുട്ടൻ തുടരുന്നുണ്ട്. കുട്ടൻ, ഞാൻ സൂചിപ്പിച്ചത് 1994 നവംബർ 25 എന്ന ദിവസം പറഞ്ഞു പോവാതെ ഈ പുഷ്പനെക്കുറിച്ചുള്ള വാക്കുകൾ പൂർണ്ണമാക്കാൻ സാധിക്കില്ല. ആര്യ, ഇന്ത്യയുടെ സമരചരിത്രത്തിൽ തന്നെ വലിയ ഐതിഹാസികമായ രേഖപ്പെടുത്തൽ നടത്തിയ സമരമായിരുന്നു 94 കൂത്തുപറമ്പിൽ നടന്ന സമരം. അന്നത്തെ UDF സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ, ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് കൂത്തുപറമ്പിൽ സമരം നടത്തിയ. കൂത്തുപറമ്പിൽ അവിടെയുള്ള ഒരു ബാങ്കിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവൻ എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തെ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാനായിരുന്നു DYFI തീരുമാനിച്ചിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമരം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്ന MV ജയരാജൻ, അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന M സുരേന്ദ്രൻ, ഈ രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ നൂറുകണക്കിന് പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ചത്. പക്ഷെ അവിടെ എല്ലാവരുടെ കയ്യിലും സമാധാനപരമായി മന്ത്രി വരുമ്പോൾ ഉയർത്താനുള്ള കരിങ്കൊടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മന്ത്രി വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ വലിയ രീതിയിലുള്ള പോലീസ് മർദ്ദനം, പോലീസ് ലാത്തി ചാർജ് അരങ്ങേറി. ആ ഘട്ടത്തിലൊക്കെ നിരവധി പ്രവർത്തകർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു, ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പക്ഷേ ഇത് ലാത്തി ചാർജിൽ അവസാനിക്കും എന്നുള്ളതായിരുന്നു സ്വാഭാവികമായൊരു പ്രതീക്ഷ. കാരണം ഒരു വെടിവെപ്പിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യവും അന്ന് കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് അന്വേഷണ കമ്മീഷനും ഉൾപ്പെടെയുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ സമാധാനപരമായി സമരം നടത്തുകയായിരുന്ന പ്രവർത്തകർക്ക് നേരെ അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു വെടിവെപ്പ് നടന്നത്. 5 DYFI പ്രവർത്തകർ അവിടെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. DYFIയുടെ അന്നത്തെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്ന കൂത്തുപറമ്പിലെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന പാനൂരിൽ നിന്നുള്ള KK രാജീവൻ, അതോടൊപ്പം തന്നെ ഷിബുലാൽ, ബാബു, മധു, അന്നത്തെ SFI കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗം ആയിരുന്ന റോഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വെടിവെപ്പിൽ മരിച്ചിരുന്നു. ആ വെടിവെപ്പിൽ 10ലധികം പേർക്ക് പരിക്കേറ്റു. പുഷ്പേട്ടന് വളരെ ഗുരുതരമായ പരിക്കായിരുന്നു. അദ്ദേഹം അത് 24 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൂത്തുപറമ്പിലേക്ക് എത്തിയ ഘട്ടത്തിലായിരുന്നു വെടിയേറ്റത്. സുഷുമ്ന നാഡിക്ക്, അതായത് സുഷുമ്ന നാഡിക്ക് വെടിയേറ്റ് പിന്നീട് ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ 30 വർഷവും ഇത്തരത്തിൽ വലിയ ഒരു സഹന ജീവിതമാണ് പുഷ്പേട്ടൻ നയിച്ചിരുന്നത്. കേരളത്തിലെയും ലോകമെങ്ങുമുള്ള പോരാളികൾക്ക് വലിയ ആവേശമാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന, അറിവുണ്ടായിരുന്നൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, കൂത്തുപറമ്പ് സമരത്തിനൊക്കെ പിന്നീട് വലിയ രീതിയിൽ വളച്ചൊടിക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ശ്രമിച്ച ഘട്ടത്തിലേക്ക് അതിനൊക്കെ ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട്, രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു പുഷ്പേട്ടൻ മുന്നോട്ട് പോയിരുന്നത്. അട്ടിമുട്ടി കരകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ ബോധ്യമുള്ള, ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യമുള്ള പൊതുപ്രവർത്തകൻ തന്നെയായിരുന്നു പുഷ്പേട്ടൻ. അദ്ദേഹത്തെ കാണാനെത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ പോസിറ്റീവായ എനർജി പകർന്നു നൽകിയാണ് അദ്ദേഹം തിരിച്ചു പോവുക. ഞങ്ങളൊക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമായ കൈരളിയൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൈരളി മാത്രമാണ് വെക്കുക. കൈരളിയിലൂടെയാണ് അദ്ദേഹം വാർത്തകൾ അറിഞ്ഞിരുന്നത്. നമ്മുടെയൊക്കെ അവതാരകന്മാരായാലും റിപ്പോർട്ടർമാരായാലും എല്ലാവരെക്കുറിച്ചും വളരെ കൃത്യമായ ബോധ്യം ഞങ്ങളെയൊക്കെ നേരിൽ കാണുമ്പോൾ അതിൽ പലരെയും അന്വേഷിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു വൈകാരിക ബന്ധം നമ്മുടെ ചാനലുമായിട്ടും പുഷ്പേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇടതുപക്ഷ ധാരയിലെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണ